ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്വാപ്പ് എന്ന് പറയുന്നത് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ് എന്നുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്വാപ്പ് പഠിക്കാനുണ്ട്. സ്വാപ്പിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ടൈപ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മീനിങ് ഓഫ് സ്വാപ്പ്. സ്വാപ്പ് സിംപ്ലി റെഫേഴ്സ് ടു എക്സ്ചേഞ്ച്. അതായത് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയോ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എക്സ്ചേഞ്ച് എ തിങ് ഇൻ റിട്ടേൺ ഫോർ അനദർ. അതായത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുക, ഒരു സാധനം പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിന് പകരം മറ്റൊരു കോൺട്രാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റി പകരം മറ്റൊരു കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്യുകയോ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു എക്സ്ചേഞ്ച് എ സീരീസ് ഓഫ് ക്യാഷ് ഫ്ലോ ഓവർ എ പീരീഡ് ഇൻ ദ ഫ്യൂച്ചർ. അതായത് സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആളുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക. എന്താ എക്സ്ചേഞ്ച് ചെയ്യണത്? ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ചെയ്ത് അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിനെ പറയുന്ന പേരാണ് സ്വാപ്പ് എന്ന് പറയണത്. അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് സ്വാപ്പ്. സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് ബൈ ടു കൗണ്ടർ പാർട്ടീസ്. അതായത് രണ്ട് ഇൻ്റർമീഡിയറി മുഖേന നടത്തുന്ന ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ടു ഗെറ്റ് ദ ബെനിഫിറ്റ് അറൈസിങ് ഫ്രം ഫ്ലക്ച്വേഷൻ ഇൻ ദി മാർക്കറ്റ്. അതായത് നമ്മൾ പഠിച്ച കോൺട്രാക്റ്റുകളിലൊക്കെ പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് അധികം നമുക്ക് ലോസാണ് വരിക. എന്നാൽ സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ വരുന്ന സമയത്ത് ബെനിഫിറ്റ് നമുക്ക് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഫീച്ചേഴ്സ് ഓരോ പോയിന്റ് ആയിട്ട് പറയാം. ഫസ്റ്റ് വൺ, സ്വാപ്പ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു ഓർ മോർ പാർട്ടീസ് ടു എക്സ്ചേഞ്ച് സെറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ ഓവർ എ പീരീഡ് ഇൻ ഫ്യൂച്ചർ. അതായത് സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ആണ്. രണ്ട് പാർട്ടികൾ, രണ്ടോ അതിലധികമോ പാർട്ടീസ് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്ത് അതിൻ്റെ സെറ്റിൽമെൻറ്റ് ഫ്യൂച്ചറിൽ, ക്യാഷിൻ്റെ ബേസിൽ സെറ്റിൽമെൻറ്റ് ഫ്യൂച്ചറിൽ നടത്തുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാപ്പിൽ രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് പാർട്ടീസിൻ്റെയും നീഡ് ഓപ്പോസിറ്റ് ആകുമ്പോഴാണ് നമുക്ക് സ്വാപ്പ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ അനു, അപ്പു എന്ന് പറയുന്ന രണ്ട് പേര്. അനുവിനും അപ്പുവിനും 90 ലക്ഷം രൂപ ലോൺ എടുക്കണം. അപ്പോൾ അനു എന്ന് പറയുന്ന വ്യക്തി SBI ബാങ്കിൽ നിന്നും അപ്പു എന്ന് പറയുന്ന വ്യക്തി HDFC ബാങ്കിൽ നിന്നാണ് ലോൺ എടുക്കുന്നത്. അപ്പോൾ അനു SBI നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും അപ്പു എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലുമാണ്. എന്നാൽ ലോൺ എടുത്ത സമയത്ത് എന്തായി? അനുവിന് ഫ്ലോട്ടിങ്ങിന് പകരം ഫിക്സഡും അപ്പുവിന് ഫിക്സഡിന് പകരം ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലാണ് ലോൺ കിട്ടിയത്. സോ അവർക്ക് എന്ത് ചെയ്യുക? ആ ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഓപ്പോസിറ്റ് നീഡ്സ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ സ്വാപ്പ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് വരാൻ പറ്റൂ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് സ്വാപ്പ് ഡീൽസ് കസ്റ്റമൈസ്ഡ് ഓർ ടൈലർ മെയ്ഡ് ആൻഡ് OTC ഡെറിവേറ്റീവ്. അതായത് നമ്മൾ ഡെറിവേറ്റീവ് സ്വാപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? രണ്ട് പാർട്ടീസ് വരുമ്പോൾ മാത്രമേ, രണ്ടുപേരുടെ നീഡ്സ് ഓപ്പോസിറ്റ് ആകുമ്പോൾ മാത്രമേ എന്ത് വരുന്നുള്ളൂ? നമ്മുടെ സ്വാപ്പ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് വരുന്നുള്ളൂ. അടുത്തത്, ഇറ്റ് ഈസ് ആൻ നേച്ചർ ഓഫ് ലോങ് ടേം എഗ്രിമെൻറ്റ്. ഇതെന്താണ്? ലോങ് ടേം എഗ്രിമെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത്? സ്വാപ്പ് എന്ന് പറയുന്നത്. ദെൻ സ്വാപ്പ് എഗ്രിമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് മോസ്റ്റ്ലി ത്രൂ ആൻ ഇൻ്റർമീഡിയറി. സ്വാപ്പ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നതും എങ്ങനെ തന്നെയാണ്? ഇൻ്റർമീഡിയറി മുഖാന്തരം തന്നെയാണ് എന്ത് വരുന്നത്? സ്വാപ്പ് എഗ്രിമെൻറ്റ് വരുന്നത്. ഇനി സ്വാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. അതായത് രണ്ട് പാർട്ടീസും മ്യൂച്വലി എഗ്രി ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്വാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ സ്വാപ്പ് ഡു നോട്ട് ഇൻവോൾവ് എനി അപ്പ് ഫ്രണ്ട് പേയ്മെൻറ്റ്. അതായത് നമ്മൾ ബാക്കി എല്ലാ എഗ്രിമെൻറ്റും നടത്തുന്ന സമയത്ത് അവിടെ ഇനീഷ്യൽ പേയ്മെൻറ്റ് നടത്തണം. എന്നാൽ സ്വാപ്പ് എങ്ങനെയാണ്? അപ്പ് ഫ്രണ്ട് പേയ്മെൻറ്റ് വേണ്ട. ദാറ്റ് മീൻസ് അവിടെ ഇനീഷ്യൽ പേയ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇനി സ്വാപ്പ് ആർ കോൺട്രാക്ട് ദാറ്റ് എക്സ്ചേഞ്ച് അസറ്റ്, ലയബിലിറ്റി, കറൻസി, സെക്യൂരിറ്റി, കമ്മോഡിറ്റി എക്സെട്ര. സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണ്.
അവിടെ അസറ്റ് ആവാം, ലൈബിലിറ്റീസ് ആവാം, കറൻസി ആവാം, സെക്യൂരിറ്റി ആവാം, കമ്മോഡിറ്റി ആവാം. ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ് എന്ത്, സ്വാപ്പ് എന്ന് പറയുന്നത്. അടുത്ത ഹെഡിങ് ടേംസ് യൂസ്ഡ് ഇൻ സ്വാപ്പ് കോൺട്രാക്റ്റ്. മെയിൻലി നമുക്ക് പഠിക്കാനുള്ളത് ഒരു 7 ടേംസുകൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ പാർട്ടി. പാർട്ടി പറഞ്ഞതാണ്, ആരാണോ സ്വാപ്പ് എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്നത് അവരാണ് എന്തെന്ന് പറയുന്നത്, പാർട്ടീസ് എന്ന് പറയുന്നത്. അടുത്ത് സ്വാപ്പ് ഫെസിലിറ്റേറ്റേഴ്സ്. സ്വാപ്പ് ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ആ 2 സ്വാപ്പ് പാർട്ടീസിൻ്റെ ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നവരെ പറയുന്ന പേരാണെന്ത്, സ്വാപ്പ് ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്വാപ്പ് ഫെസിലിറ്റേറ്റേഴ്സിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സ്വാപ്പ് ബ്രോക്കർ എന്നും സ്വാപ്പ് ഡീലർ എന്നും. അതിൽ സ്വാപ്പ് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഏജൻറ്റ്, ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്, ഒരു എക്കണോമിക് ഏജൻ്റ് ആണ്. പക്ഷെ അവിടെ എന്താണ്, കൗണ്ടർ പാർട്ടീസിനെ, അതായത് എഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്ന പാർട്ടീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് സ്വാപ്പ് ബ്രോക്കർ എന്ന് പറയുന്നത്. അവർക്ക് എന്തില്ല, സ്വാപ്പ് കോൺട്രാക്റ്റിൽ നിന്ന് യാതൊരു ബെനിഫിറ്റും കിട്ടുന്നില്ല. അതേസമയം സ്വാപ്പ് ഡീലർ എന്ന് പറയുന്നത് ആക്ച്വൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണെന്ത്, സ്വാപ്പ് ഡീലർ. അവർക്ക് എന്ത് കിട്ടും, ഫിനാൻഷ്യൽ ബെനിഫിറ്റ്, അതായത് പ്രോഫിറ്റ് കിട്ടും. അടുത്തതാണ് നോഷണൽ പ്രിൻസിപ്പാൾ. നോഷണൽ പ്രിൻസിപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അണ്ടർലൈയിങ് അസറ്റ് അല്ലെങ്കിൽ എന്താണ്, ഏത് സെക്യൂരിറ്റിയാണോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ആ കോൺട്രാക്റ്റിൽ എത്ര രൂപയ്ക്കാണോ എക്സ്ചേഞ്ച് ചെയ്യാൻ പറയുന്നത് അതിനെയാണ് നോഷണൽ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത്. അടുത്തത് ട്രേഡ് ഡേറ്റ്. എന്നാണോ സ്വാപ്പ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ഒരു എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നത്, അതാണ് ട്രേഡ് ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്ത് എഫക്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ഇനീഷ്യൽ പേയ്മെൻറ്റ് നടത്തുന്നത് അതിനെയാണ് എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് റീസെറ്റ് ഡേറ്റ്. റീസെറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് പേയ്മെൻറ്റ് എപ്പോഴാണോ ആകുന്നത് ആ ഡേറ്റാണ് റീസെറ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഗ്രിമെൻറ്റിൻ്റെ എക്സ്പയറി ഡേറ്റ്, എന്നാണോ ലാസ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നത് അതിനെയാണ് മെച്യൂരിറ്റി ഡേറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് അതിൻ്റെ ബേസിക് ടേംസ്. അടുത്ത പോയിന്റ്, എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സ്വാപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കുക, സ്വാപ്പിന് എന്തില്ല, അപ്പ് ഫ്രണ്ട് പേയ്മെൻ്റ് ഇല്ല. ദാറ്റ് മീൻസ് ഇനീഷ്യൽ പേയ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ചീപ്പറാണ്. രണ്ടാമത്, ലോങ് ടേമിൽ നമുക്ക് റിസ്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ് സ്വാപ്പ് എന്ന് പറയുന്നത്. 3, ഇതൊരു ലോങ് ടേം ഫ്യൂച്ചർ അല്ലെങ്കിൽ ഓപ്ഷനേക്കാൾ നമുക്ക് ഒരുപാട് ഇയർ റൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. 4ാമത്തെ പോയിന്റ്, അസറ്റും ലൈബിലിറ്റിയും തമ്മിലുള്ള മിസ്മാച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐറ്റമാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു കോൺട്രാക്റ്റ്. അടുത്തത്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സിന് ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്ന ഒരു കോൺട്രാക്റ്റാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതായത് കുറച്ചുകൂടി സ്കോപ്പുള്ള ഒരു മാർക്കറ്റാണ്. ഫിനാൻഷ്യലി നമുക്ക് ഇൻകം ഏൺ ചെയ്യാൻ പറ്റാവുന്ന കുറച്ചുകൂടി സ്കോപ്പുള്ള മാർക്കറ്റാണ് എന്ത്, സ്വാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഡിസഡ്വാൻറ്റേജ് നോക്കുക. 1ാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് നീഡുള്ള ആളുകൾ വരുമ്പോൾ മാത്രമേ നമുക്ക് സ്വാപ്പ് എഗ്രിമെൻറ്റ് ഫോം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനത്തെ പാർട്ടീസിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. 2ാമത്തെ പോയിന്റ്, രണ്ടുപേരുടെയും മ്യൂച്വൽ എഗ്രിമെൻറ്റ്, മ്യൂച്വൽ സമ്മതമില്ലാതെ നമുക്ക് സ്വാപ്പ് ഒരിക്കലും ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതിൽ റിസ്ക് അടങ്ങിയിട്ടുണ്ട്. ദെൻ 4th പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡ് നടത്താൻ പറ്റില്ല. കാരണം എന്താണ്, സ്വാപ്പ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി മാർക്കറ്റ് ഡീൽ ചെയ്യാൻ പറ്റാത്ത ഒന്നാണിത് സ്വാപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് യൂസസ് ഓഫ് സ്വാപ്പ്. 1ാമത്തെ യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡിലും ഫ്ലോട്ടിങ്ങിലും ഒരുപോലെ ട്രേഡ് നടത്താൻ പറ്റിയ ഒന്നാണിത് സ്വാപ്പ് എന്ന് പറയുന്നത്. 2ാമത്തെ പോയിന്റ്, മാർക്കറ്റിൽ വരുന്ന ചേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന, മാർക്കറ്റിൽ വരുന്ന ചേഞ്ചിൽ വരുന്ന റിസ്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു കോൺട്രാക്റ്റാണ് സ്വാപ്പ് എന്ന് പറയുന്നത്. അതുപോലെ പറഞ്ഞു, അസറ്റും ലൈബിലിറ്റിയും ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രാൻസാക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ കോസ്റ്റ് വെച്ച് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈസി ആയിട്ട് ട്രേഡ് നടത്താൻ പറ്റിയ ഒന്നാണിത് സ്വാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് വളരെ വൃത്തിയായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.